ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. മിഷൻ SSC CGL CHSL 2024 എന്ന പ്ലേലിസ്റ്റിൽ നമ്മൾ ക്ലാസ്സിൽ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയാണ്. അതിലെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളും അതേപോലെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും എഫക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നത്, ബാക്കിയുള്ളവരൊക്കെ മുന്നേ എങ്ങനെ നിങ്ങൾ ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൺസെപ്റ്റ് ഉപയോഗിച്ച് ഏറ്റവും സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം, അല്ലെങ്കിൽ കൺസെപ്റ്റുകൾ എങ്ങനെ പഠിക്കാം എന്നതാണ് നമ്മുടെ ക്ലാസ്സുകളിൽ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് പ്ലേലിസ്റ്റ് നോക്കിയിട്ട് എല്ലാം കണ്ടതിന് ശേഷം ഈ ക്ലാസ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഈ ക്ലാസ് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ആ പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ആക്കുക ആദ്യമായിട്ട് കാണുന്നവർ. ഓക്കെ, ഇപ്പം എത്രത്തോളം നല്ല ക്ലാസ്സുകളാണ് തരുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ട് അതിൻ്റെ നോട്ട് എഴുതി എല്ലാം നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് ക്ലാസ്സസ് എല്ലാത്തിൻ്റെയും SSC റെയിൽവേ കംപ്ലീറ്റ് ക്ലാസ് അതിനകത്ത് അവൈലബിൾ ആണ്. SSC CGL 2024 വേണ്ടി SSC CGL 2024 വേണ്ടി ഉള്ള ബാച്ച് ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. നമ്മുടെ ആപ്ലിക്കേഷനിൽ ഓൺലൈൻ ബാച്ച് ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ കാലിക്കട്ടും ഓഫ്ലൈൻ സെൻറ്റർ ഉണ്ട്. ഈ നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. കണ്ടില്ലെങ്കിൽ നമുക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. തൊട്ട് മുമ്പത്തെ ക്ലാസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്കായിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹോംവർക്കായിട്ട് തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ് കിട്ടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും? നമ്മൾ പഠിച്ച കൺസെപ്റ്റുകൾ വെച്ച് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെല്ലാവർക്കും എത്ര കിട്ടിയ ആൻസർ? ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. സെല്ലിംഗ് പ്രൈസിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെയും റേഷ്യോ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇത് സെല്ലിംഗ് പ്രൈസും ഇത് കോസ്റ്റ് പ്രൈസ് 4 യൂണിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 3 യൂണിറ്റ് ആണ്. വാട്ട് വിൽ ബി ദ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്? അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസ് 4 ആണ്, എത്രയാണ് വെക്കുന്നത്? 3 വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അറിയേണ്ട ഒരു കാര്യം എന്താണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മതി? നമുക്ക് കോസ്റ്റ് പ്രൈസിൻ്റെയും അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിൻ്റെ, കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോ മതി. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഇവിടെ 4 ആയിരുന്ന സാധനം എത്രയാണ് വിൽക്കുന്നത്? 3 വിൽക്കുന്നത്. അപ്പോൾ 1 ലോസ്, എത്രയിൽ? 4. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ് പെർസെൻറ്റേജ് വാല്യൂ? 25%. എന്താണ് 25% ലോസ്? ഓപ്ഷൻ എ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ് ആൻസർ കിട്ടിയത്. ഈ മെത്തേഡിൽ തന്നെയാണ് നിങ്ങൾ ചെയ്തത് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. CGL മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എത്ര പേര് ചെയ്തു? എത്ര പേർക്ക് ആൻസർ കിട്ടി? അപ്പം ആൻസർ കിട്ടുന്നതും നമ്മൾ ചെയ്യുന്ന മെത്തേഡും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന മെത്തേഡ് ഒരുപാട് ലെങ്തി ആണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി എന്ന് പറഞ്ഞതിൽ വലിയ കാര്യമില്ല. കാര്യം ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? നിങ്ങളെക്കാളും വേഗത്തിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഇതിന് സിമ്പിളായിട്ടുള്ള മെത്തേഡ് തന്നെ മതി. സോൾഡ് ഡേ വാച്ച് ടു ബി അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20%. പെർസെൻറ്റേജിൻ്റെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ബേസിക് ക്ലാസ്സുകൾ എല്ലാവരും കാണണം കേട്ടോ. ഓക്കെ, ബേസിക് ക്ലാസ്സുകളുടെ ലിങ്കൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എല്ലാം ഉണ്ട് നമ്മുടെ ചാനലിൽ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ഓർഡറിൽ എൻ്റെ മാത്സ് ക്ലാസ് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, അപ്പം എന്താണ് ചെയ്തത്? ഇപ്പോൾ എയുടെ കോസ്റ്റ് പ്രൈസ്, എക്ക് 100 രൂപയായ സാധനമാണെന്ന് വെച്ചോ. ഈ വാച്ച് ബിക്ക് 20% പ്രോഫിറ്റിന് കൊടുത്തു. അപ്പോൾ എത്രയാണ്? 100ൻ്റെ 20% 20 രൂപയാണ്. 120 രൂപയ്ക്കാണ് എന്ത് ചെയ്തത്? ബി വാങ്ങിയത്. എന്നിട്ട് ബി എന്താ ചെയ്തത്? ബി ഈ പൈസയാണ് ബിയുടെ കോസ്റ്റ് പ്രൈസ്, അതായത് ബിക്ക് ചിലവായ പൈസ. അതെന്ത് ചെയ്തു? സിക്ക് വിറ്റു. സിക്ക് എന്താ വിറ്റത്? 30% പ്രോഫിറ്റ്. 30% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 120ൻ്റെ 30%. 120ൻ്റെ 10% 12 30% എന്ന് പറയുമ്പോൾ 12 × 3 36. ഇതെല്ലാം ഞാൻ എൻ്റെ പെർസെൻറ്റേജ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 36 രൂപയുടെ കൂട്ടി എത്ര രൂപയ്ക്കാണ് വിറ്റത്? സിക്ക് 156 രൂപയ്ക്ക്. ഇതെന്ന് പറഞ്ഞാൽ എന്താ? 30% കൂടെ കൂടുന്നതാണ് കേട്ടോ. 30% കൂടെ കൂടുന്നതാണ്. അപ്പോൾ 156 രൂപയ്ക്കാണ് ആര് വാങ്ങിയത്? സി വാങ്ങിയത്. എന്നിട്ട് സി എന്താ ചെയ്യുന്നത്? സി ഡിക്കാണ് അത് വിൽക്കുന്നത്. സി സോൾഡ് ഇറ്റ് ടു ഡി അറ്റ് 10% ലോസ്. 10% നഷ്ടത്തിന് വിൽക്കുന്നു. അപ്പോൾ ഇതിനകത്തുനിന്ന് 10% നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? 10% എന്ന് പറഞ്ഞാൽ എന്താ? 15.6 എന്ത് ചെയ്യണം? 156 നിന്ന് കുറയ്ക്കണം. അപ്പോൾ 156 നിന്ന് 15 കുറച്ച് കഴിഞ്ഞാൽ ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് എല്ലാവരും ചെയ്യണം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തൊട്ട് തുടങ്ങുക. അപ്പോൾ അതാണ് കുറച്ച് ആൾക്കാർക്ക് എളുപ്പമായിട്ട് ക്ലാസ് തോന്നും, കുറച്ച് ആൾക്കാർക്ക് പാടായിട്ട് ക്ലാസ് തോന്നും. ഈ പാടായിട്ട് ക്ലാസ് തോന്നുന്നവർ അല്ലെങ്കിൽ സ്പീഡാണെന്ന് തോന്നുന്നവരുടെ കാരണം എന്താണ്?
അവർക്ക് നമ്പേഴ്സുമായിട്ട് പരിചയമില്ല. നമ്പേഴ്സുമായിട്ട് പരിചയപ്പെടാനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ന് പറഞ്ഞ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അത് ഡെയിലി ചെയ്യാൻ പറഞ്ഞത്. അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്പീഡ് ആവത്തുള്ളൂ, എങ്കിലേ നിങ്ങൾക്ക് ബാക്കിയുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജോലി കിട്ടണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ, വേറെ ഒരു എക്സ്ക്യൂസും അവിടെ ഇല്ല. അപ്പോൾ 156 15.6 കുറയ്ക്കാൻ 156 15 കുറയ്ക്കണം, എത്രയാണ് 141. പിന്നെ 0.6 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 140.6. നമ്പേഴ്സൊക്കെ നിങ്ങളുടെ കൈ എന്താ പറയുക, കൈവിരൽ തുമ്പിൽ വരണം, അല്ലെങ്കിൽ തലയിലാകുമ്പോൾ തലച്ചോറിൽ വരണം. ഓക്കെ, നമുക്ക് അങ്ങനെ പറയാം. അങ്ങനെ വേണമെങ്കിൽ എന്ത് വേണം, ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏകദേശം എല്ലാവരും 100 രൂപയ്ക്ക് ആയിരുന്നെങ്കിൽ ഡി വാങ്ങിയത്, എ 100 രൂപയ്ക്കാണ് വാങ്ങിയെങ്കിൽ ഡി അത് വാങ്ങിയത് എത്ര, 140.6. ഇനി എന്താ തന്നേക്കുന്നത്, 100 രൂപയാണെന്നൊക്കെ നമ്മൾ അസ്യൂം ചെയ്തതാണ്. എ 100-നാണ് വാങ്ങിയെന്ന് എന്ത് ചെയ്തതാണ്, അസ്യൂം ചെയ്തതാണ്. ഈ മെത്തേഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇഫ് ബിയുടെ പ്രോഫിറ്റ് ഈസ് 80 റുപ്പീസ് 80 എന്ന് പറഞ്ഞാൽ എന്താ, ഒറിജിനൽ രൂപയാണ്. റുപ്പീസ് 80 മോർ ദാൻ ദാറ്റ് ഓഫ് എ. അപ്പം എയുടെ പ്രോഫിറ്റ് ആണ് കേട്ടോ. അപ്പം എയുടെ പ്രോഫിറ്റ് എത്ര രൂപയാണ്, 100 രൂപയ്ക്ക് എ വാങ്ങിയ സാധനം 120 രൂപയ്ക്ക് ബിക്ക് വിറ്റു. അതായത് 20 രൂപയാണ് എന്ത്, എയുടെ പ്രോഫിറ്റ്. എന്നാൽ ബിയുടെ പ്രോഫിറ്റ് എത്ര, ബിയുടെ പ്രോഫിറ്റ് 120 രൂപയ്ക്ക് വാങ്ങിയ സാധനം ബി സിക്ക് എത്ര രൂപയ്ക്കാണ് വിറ്റത്, 156 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ എത്രയാണ് സിയുടെ അല്ലെങ്കിൽ ബിയുടെ പ്രോഫിറ്റ്, 36 രൂപയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്താണ്, 36 രൂപയല്ല 36 യൂണിറ്റ്. ഞാൻ 100 യൂണിറ്റ് എന്നാണ് എടുത്തത് എയുടെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ചിലവായ പൈസ. തന്നിരിക്കുന്നത് ബിയുടെ പ്രോഫിറ്റ് ഈസ് 80 മോർ ദാൻ ദാറ്റ് ഓഫ് എ. അപ്പോൾ ഇവിടെ എത്ര, എക്ക് 20 ആണെങ്കിൽ ബിക്ക് 36 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഡിഫറൻസ് എത്ര കൂടുതൽ, ബിക്ക് എക്കായും പ്രോഫിറ്റ്. ഇത് എയുടെ പ്രോഫിറ്റാണ്, എയുടെ പ്രോഫിറ്റ് എ പി എന്ന് എഴുതാം. ഇത് ബിയുടെ പ്രോഫിറ്റാണ്. അപ്പോൾ എത്രയാണ് കൂടുതൽ, അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങളും എന്താണ് നമ്മൾ മൈൻഡിലായിരിക്കണം ചെയ്യേണ്ടത്. മൈൻഡിൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം, നിങ്ങൾ തന്നെ ആലോചിക്കണം, ആലോചിച്ച് മൈൻഡിൽ തന്നെ ചെയ്യണം. എല്ലാം എഴുതിക്കൊണ്ടിരുന്നാൽ സമയം ഒരുപാട് വേസ്റ്റ് ആവും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ 1, 2, 3 വട്ടം കാണാം, പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റുകൾ നിങ്ങളുടെ സ്വന്തം കൺസെപ്റ്റുകളാക്കി നിങ്ങളുടെ സ്വന്തം മെത്തേഡുകളാക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം ബിക്ക് എത്ര ഇവിടെ കൂടുതൽ വരുന്നത്, 20 എയുടെ പ്രോഫിറ്റ്, 36 ബിയുടെ പ്രോഫിറ്റ്. എത്ര കൂടുതൽ, 16 യൂണിറ്റാണ് കൂടുതൽ. ഈ 16 യൂണിറ്റിന് പകരമാണ് ക്വസ്റ്റ്യനിൽ എത്ര തന്നിരിക്കുന്നത്, 80 രൂപ ഒറിജിനൽ വാല്യൂ. 16 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് 80 രൂപ. റേഷ്യോ പ്രൊപ്പോർഷനിൽ ഞാൻ പറഞ്ഞ ബേസിക് ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യൂണിറ്റ് പറഞ്ഞതൊക്കെ വളരെ നിഷ്പ്രയാസം മനസ്സിലായി കാണും. ഓക്കെ, നമ്മുടെ GD ക്ലാസ് റേഷ്യോ പ്രൊപ്പോർഷൻ്റെ ക്ലാസ്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 16 യൂണിറ്റിൻ്റെ വാല്യൂ നമ്മളെടുത്ത 16 യൂണിറ്റിന് നമ്മൾ ഇങ്ങനെയാണ് കിട്ടിയിരുന്നെങ്കിൽ അതിലെ 16 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് 80 ഒറിജിനലിൽ. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ദെൻ ഡി ബോട്ട് ഇറ്റ് ഫോർ. അപ്പോൾ ഡി എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്, നമ്മുടെ കണക്കനുസരിച്ച് 140.6 വാങ്ങിയത്. അപ്പം നമുക്ക് എന്താ വേണ്ടുന്നത്, നമ്മുടെ കണക്കനുസരിച്ചുള്ള 16-ൻ്റെ വാല്യൂ ആണ് ഒറിജിനൽ തന്നിരിക്കുന്നത് 80 രൂപ. എന്നാൽ നമ്മുടെ കണക്കനുസരിച്ചുള്ള 140.6-ൻ്റെ ഒറിജിനൽ വാല്യൂ ആണ് നമുക്ക് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുന്നതിലാണ് നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 16ഉം 80 എത്രയാണ്, 5ആണ്. 140.6 ഗുണം 5, 140 ഗുണം 5 എന്ന് പറയുമ്പോൾ എത്ര വരും, 700ഉം 14 5 70ആണ്. 700ഉം 0.6 × 5 0.6 അല്ലല്ലോ, 4 വരും, 4 വരുന്നത് കേട്ടോ അല്ലേ. 15.6 കുറയ്ക്കും, 0.6 കുറയ്ക്കുമ്പോൾ 4 വരുന്നത്. ഓക്കെ, 4 വരും. ഇനി 0.4 × 5 എന്ന് പറയുമ്പോൾ 2. അപ്പം 700ഉം 2ഉം 702 രൂപയ്ക്കാണ് എന്ത് ചെയ്തത്, ഡി ആ സാധനം വാങ്ങിയത്. അപ്പോൾ നിങ്ങൾ വേറെ മെത്തേഡൊക്കെ ഉപയോഗിച്ചാൽ ഇത് ക്വസ്റ്റ്യൻ എന്താവും, ക്വസ്റ്റ്യൻ്റെ കാൽക്കുലേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തന്നെ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണോ കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റായിട്ട് പറയണേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആയി, ആൻസർ എന്ത് കിട്ടി, 702 കിട്ടി. ഇത് CGL മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The selling price of a mobile phone is 59,620 and it was sold at 8.4% profit. The cost price of the mobile. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തന്നു, ഫ്രാക്ഷൻ മെത്തേഡ് പറഞ്ഞു തന്നു. ഇവിടെ ഫ്രാക്ഷൻ മെത്തേഡിൻ്റെ ഒന്നും ആവശ്യമില്ല. 8.4% പ്രോഫിറ്റിനാണ് ഒരു സാധനം വിറ്റത്. ഒരു സാധനം 8.4% പ്രോഫിറ്റിന് വിറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് കോസ്റ്റ് പ്രൈസ് ആണ് പ്രോഫിറ്റ് കണക്കാക്കുമ്പോൾ ഉള്ള നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. കോസ്റ്റ് പ്രൈസിൻ്റെ 100% ആണ് എന്ത്, കോസ്റ്റ് പ്രൈസ്. 100% എന്ന് പറഞ്ഞാൽ 100/100 ആണ്. അതിൻ്റെ കൺസെപ്റ്റ് എല്ലാം ഞാൻ പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സാധനം 8.4% പ്രോഫിറ്റിന് വിറ്റു എന്ന് പറഞ്ഞാൽ അത് ആ സാധനത്തിൻ്റെ
108.4% കോസ്റ്റ് പ്രൈസിനായിരിക്കും വിറ്റത്. മനസ്സിലായോ? ആ സാധനത്തിന് 100% കോസ്റ്റ് പ്രൈസ് ആണ് ഉള്ളത്. അതിൻ്റെ കൂടെ അതിൻ്റെ 8.4% കോസ്റ്റ് പ്രൈസ് കൂടെ കൂട്ടി. അങ്ങനെയാണ് 108 108.4% ഓഫ് കോസ്റ്റ് പ്രൈസിനാണ് അത് വിൽക്കുന്നത്. അപ്പോൾ ഈ 108.4% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ 59,620. ഇത് CGL ഏപ്രിൽ 2022 ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. CGL പ്രിലിംസ് ഏപ്രിൽ 2022 ചോദിച്ച ക്വസ്റ്റൻ. 108.4% ഓഫ് കോസ്റ്റ് പ്രൈസ് ഓഫ് ദാറ്റ് ഐറ്റം ആണ്, മൊബൈലാണ് 59,620. കോസ്റ്റ് പ്രൈസ് ഓഫ് ദ മൊബൈൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100% ആണ്. അപ്പോൾ 100% ഓഫ് കോസ്റ്റ് പ്രൈസ്, 100%. ഇന്ന് എഴുതേണ്ട കാര്യമില്ല. ഇവിടെ പെർസെൻറ്റേജ് CP ഇവിടെയുണ്ട്, പെർസെൻറ്റേജ് CP ഇവിടെയുണ്ട്. പെർസെൻറ്റേജ് എഴുതേണ്ട ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇങ്ങനെ എഴുതി വെട്ടിക്കൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. എന്ത് ചെയ്യാം? നമ്മൾ അതിന് വേണ്ടിയാണ് എന്ത് പഠിച്ചിട്ടുള്ളത്? ഡിജിറ്റൽ സം എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 30 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരു 3-4 ക്വസ്റ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 3 ക്വസ്റ്റിനകത്ത് നമുക്ക് ഡിജിറ്റൽ സം അപ്ലൈ ചെയ്ത് ബാക്കിയുള്ളവരേക്കായും സമയം മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഡിജിറ്റൽ സം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഇത് ഞാൻ കാണുമ്പോൾ തന്നെ എനിക്ക് 11ൻ്റെ മൾട്ടിപ്ലൈ ആണെന്ന് തോന്നുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. 9 2 11, 6 5 11. താഴെ 11 ഇല്ല. 11ൻ്റെ മൾട്ടിപ്ലൈ ആയിരിക്കും ആൻസർ. എന്തായാലും 11 കാണണം. ഓപ്ഷനകത്ത് 11ൻ്റെ മൾട്ടിപ്ലൈ ചെയ്തേ ഉള്ളൂ, ഓപ്ഷൻ ബി. അപ്പോൾ ഓപ്ഷനകത്തൊക്കെ നമ്മൾ എന്ത് വേണം? നല്ല ശ്രദ്ധ വേണം. അതൊക്കെ ആദ്യമേ കാണുമ്പോൾ തന്നെ വരത്തില്ല, അതാർക്കും വരത്തില്ല. കുറേ നാൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ വരും. അങ്ങനത്തുള്ള മെത്തേഡ്സ് ഉണ്ട്. ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഇവിടുന്ന് 11ൻ്റെ മൾട്ടിപ്പിൾ നോക്കി ഞാൻ എന്ത് ചെയ്യും? ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്? ഡിജിറ്റൽ സം ഒന്നും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അടിയിൽ എന്ത് വരും? 12 13 4 അല്ലെ 9 4 4 7 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 9 നോക്കണ്ട. 8 5 13 4 7 4 28. ഡിജിറ്റൽ സം എത്ര വരും? 1 വരും. ഇപ്പോൾ ഡിജിറ്റൽ സമ്മിൻ്റെ ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലാസ് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. എല്ലാവർക്കും കാണാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. എല്ലാവർക്കും യൂസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ് മസ്റ്റായിട്ടും കാണണം കേട്ടോ. എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ദിശ അക്കാഡമി ഡിജിറ്റൽ സം മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു വീഡിയോ കാണും. ഓക്കെ, 10-13,000 വ്യൂസ് ഉള്ള. ഇത് മസ്റ്റായിട്ടും എന്ത് ചെയ്യുക? നോട്ട് എഴുതി കാണും. ഓക്കെ, ഇപ്പോൾ ഡിജിറ്റൽ സം 1 വരുന്ന ഓപ്ഷൻ ഇതുണ്ട്. ഇത് 7 ആണ് ഡിജിറ്റൽ സം. 5 5 10. 10ൻ്റെ 1 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ഇത് മാത്രമേ ഉള്ളൂ. ഇത് 9 ആണ്, ഇത് 5 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഒരു കാൽക്കുലേഷനും നമ്മൾ ചെയ്തില്ല. കാൽക്കുലേഷൻ വേണ്ടുന്ന സ്ഥലത്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മൾ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഡിജിറ്റൽ സം എന്താണെന്ന് ആ ക്ലാസ് കാണണം കേട്ടോ, കണ്ട് മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് പ്രൈസ് ഈസ് ഗിവൺ ഇൻ റേറ്റ് ഫോം. പ്രൈസ് ഈസ് ഗിവൺ ഇൻ റേറ്റ് ഫോം എന്ന് പറഞ്ഞാൽ, റേറ്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ 3 എണ്ണം 5 രൂപയ്ക്ക് വാങ്ങി, 10 എണ്ണം 4 എണ്ണം അറ്റ് ദ റേറ്റ് ഓഫ് 6 രൂപ ഇങ്ങനെ വിറ്റു. അതായത് 3 അറ്റ് ദ റേറ്റ് ഓഫ് 5 റുപ്പീസ് എന്ന് പറഞ്ഞാൽ 3 എണ്ണം 5 രൂപയ്ക്ക് വാങ്ങിയിട്ട് വിറ്റപ്പോൾ 4 അറ്റ് ദ റേറ്റ് ഓഫ് 6 റുപ്പീസ്, 4 എണ്ണം 6 രൂപയ്ക്ക് വിറ്റു. ഇങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എത്ര? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാക്സിമം ടൈപ്പ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് എന്ത് ചെയ്യും? നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ വഴി നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കേ. എ മാൻ ബോട്ട് ടോഫീസ് അറ്റ് 3 for a rupee. How many toffees for a rupee must he sell to gain 50%? അപ്പോൾ ഇത് കുറച്ച് കൺസെപ്റ്റ്, ഞാനൊരു സിമ്പിൾ കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഈസി ആയിട്ടൊരു കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഈ കൺസെപ്റ്റ് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നമ്മൾ പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആവുന്ന കേസിൽ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എവിടെ പറഞ്ഞിട്ടുള്ളത്? SSC GDയുടെ പ്ലേലിസ്റ്റിലെ പെർസെൻറ്റേജിൻ്റെ ബേസിക് ക്ലാസ് 1 മണിക്കൂറുള്ളൊരു ക്ലാസ്. അത് നിങ്ങൾക്ക് ഞാൻ പെർസെൻറ്റേജ് പഠിപ്പിച്ചപ്പോൾ ഞാൻ ആ ഒരു ലിങ്കിൽ കമൻറ്റിൽ ഇട്ട് തന്നിട്ടുണ്ട്. ഈ പ്ലേലിസ്റ്റിൽ തന്നെ കിടപ്പുണ്ട്. ആ പെർസെൻറ്റേജിൻ്റെ ഫസ്റ്റ് ക്ലാസ് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ ഞാൻ ഈ പറയുന്നുണ്ട് പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആകുമ്പോഴുള്ള കേസ്. അപ്പോൾ ഇവിടെ എന്താ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്? കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻറ്റു കൺസപ്ഷനാണ്, അതറിയാം. അപ്പോൾ ഇവിടെ 3 എണ്ണം എന്താ പറയുന്നത്? എ മാൻ ബോട്ട് ടോഫീസ് അറ്റ് 3 for a rupee. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ കാണുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ട് കാണുന്നവർ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ബുക്കിൽ പഠിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആൾക്കാർ പറഞ്ഞിരുന്നതും തമ്മിൽ നല്ല വ്യത്യാസം കാണും. ഏറ്റവും സിമ്പിളായിട്ട് ഉള്ള കൺസെപ്റ്റാണ് നമ്മളിവിടെ പറയുന്നത്, പക്ഷേ പവർഫുൾ ആയിട്ടുള്ള കൺസെപ്റ്റുകളായിരിക്കും. അപ്പോൾ 3 for a rupee എന്ന് പറഞ്ഞാൽ 3 എണ്ണം 1 രൂപയ്ക്ക് വാങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. ഹൗ മെനി ടോഫീസ് ഫോർ എ റുപ്പി? അപ്പം 1 രൂപയ്ക്ക് എത്ര എണ്ണം? ക്വസ്റ്റ്യൻ അതാ ചോദിച്ചിരിക്കുന്നത്.
1 രൂപയ്ക്ക് തന്നെ എത്ര എണ്ണം വിൽക്കണം, എത്ര കിട്ടാൻ, 50% ലാഭം കിട്ടാൻ ഇവിടെ എത്ര എണ്ണം വിൽക്കണം. അപ്പം ഇങ്ങനെ വിൽക്കുമ്പോൾ എന്താണ്, 50% എന്താണ്, പ്രോഫിറ്റാണ്. ഇതാണ് ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ അവർ എന്ത് ചെയ്തിരിക്കുന്നത്, അവർ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്കൊരു കൺസെപ്റ്റ്, ഈ പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ കൺസെപ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, ഇതിൽ അപ്ലൈ ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഒറ്റ നോട്ടത്തിൽ തന്നെ 2 ആൻസർ എന്ന് നമുക്ക് കിട്ടും. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ കിട്ടണമെങ്കിൽ എന്ത് വേണം, ഈ കൺസെപ്റ്റുകൾ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഒന്നും ഷോർട്ട് കട്ടല്ല, എല്ലാം എന്തുണ്ട്, എല്ലാത്തിൻ്റെയും പിറകിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി കൺസെപ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്, പ്രോഡക്റ്റ് കോൺസ്റ്റൻറ്റ്. ഇവിടെ എന്താ കോൺസ്റ്റൻറ്റ്, 1 രൂപ. ഇവിടെ 1 രൂപയാണ്, ഇവിടെയും 1 രൂപയാണ്. അപ്പോൾ 1 രൂപ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ചിലവാകുന്ന പൈസയാണ്. അതാണ് എന്ത്, നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്പെൻഡിച്ചർ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആണ്, അതായത് ഈ സാധനം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പ്രോഡക്റ്റ് എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് പ്രൈസിന് വരെ നമുക്ക് എന്ത് പറയാം, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലും പ്രൈസ് തന്നെ, വില തന്നെയാണ്. അപ്പം പ്രൈസ് ഇവിടെ പ്രോഫിറ്റ്, ഈ കേസിൽ പ്രോഫിറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കൺസപ്ഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി. അപ്പോൾ പ്രൈസിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എങ്ങനെ ചേഞ്ച് ആവുന്നത്, പ്രൈസിൻ്റെ അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എങ്ങനെ ചേഞ്ച് ആവുന്നത്, 50% ഗെയിൻ. 50% എന്ന് പറഞ്ഞാൽ എന്താ, 1/2 ആണ് 50%. അതായത് ഇത്രയും ഗെയിനാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ 2 നമ്മുടെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ 1 നമുക്ക് എന്ത് കിട്ടുന്നത്, 2 യൂണിറ്റാണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ അതിൽ 1 പ്രോഫിറ്റ്. 50% ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ അർത്ഥം. ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ മെത്തേഡിൽ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ എത്ര, 2 നമ്മുടെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ 1 പ്രോഫിറ്റ് കൂടെ ചേർത്ത് 3 എന്ത് ചെയ്യുന്നത്, അത് വിൽക്കുന്നത്. അല്ലെങ്കിൽ 2 ആയിരുന്നെങ്കിൽ, ആദ്യം 2 ആയിരുന്നെങ്കിൽ 2ൻ്റെ 50% കൂടെ കൂടി, 2ൻ്റെ 50% എന്ന് പറഞ്ഞാൽ 2ൻ്റെ പകുതി, അതുകൂടെ കൂടിയാണ് എന്ത് വന്നത്, 3 വന്നത്. ഓക്കെ, അപ്പം പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ചേഞ്ച് ആവുന്ന ഏത് റേഷ്യോയില്ല, 2 ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായി, 3 ആയി. അപ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ പ്രൈസ് A/B ആണെങ്കിൽ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താവും, B/A ആവും. അപ്പോൾ തിരിയും. അപ്പോൾ നമ്മുടെ കൺസപ്ഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി യൂസിൻ്റെ എണ്ണത്തിൻ്റെ കൺസപ്ഷൻ അല്ലെങ്കിൽ എണ്ണം ക്വാണ്ടിറ്റിയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താവും, ഇത് പ്രൈസ് ആണ്, പ്രൈസ് 2:3 ആയി കഴിഞ്ഞാൽ കൺസപ്ഷൻ എന്ത് വരും, 3:2 എന്ന് വരും. അതായത് 3 യൂണിറ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇത്, എക്സ്പെൻഡിച്ചർ. അതായത് 1 രൂപ തന്നെയാണ് ആദ്യവും 1 രൂപ തന്നെയാണ് രണ്ടാമതും. അപ്പം 3 യൂണിറ്റാണ് ആദ്യത്തെ കൺസപ്ഷൻ എങ്കിൽ ഇപ്പോൾ എത്ര യൂണിറ്റായി, 2 യൂണിറ്റായി. അപ്പോൾ ഈ 3 യൂണിറ്റിന് പകരമാണ് ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിരിക്കുന്നത് എത്ര, ടോഫി സെറ്റ് 3. ആദ്യത്തെ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 എണ്ണം അല്ലേ, ഇതാണ് എണ്ണം, എത്ര നമ്പർ. അപ്പം 3ൻ്റെ വാല്യൂ ആണ് 3. നമുക്ക് ഇപ്പം ഹൗ മെനി ടോഫീസ് ഫോർ എ റുപ്പി, ഹൗ മെനി ടോഫീസ് എന്ന് വെച്ചാൽ എത്ര എണ്ണം, ഇപ്പോൾ എത്രയാണ്, 2 യൂണിറ്റ്. 3ൻ്റെ വാല്യൂ 3 ആണെങ്കിൽ 2ൻ്റെ വാല്യൂ എത്ര തന്നെയാണ്, 2 തന്നെയാണ്. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം, നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എന്താ നിങ്ങൾ പഠിച്ചത്, നിങ്ങൾ ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു. ഇനി ഇത് നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് ഇത് വെച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വേഗത്തിൽ ചെയ്യുന്നത്, ഇവിടെ 1 റുപ്പി കണ്ടു, ഇവിടെ 1 റുപ്പി കണ്ടു, എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആണ്, ഗെയിൻ്റെ ആ റേഷ്യോ എടുക്കണം. ആദ്യം 2 ആയിരുന്നെങ്കിൽ ഇപ്പം 3 പ്രൈസ് അല്ലെങ്കിൽ പ്രോഫിറ്റ്. മറ്റേ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ എന്ത് വരും, 3:2 വരും. അപ്പോൾ 3യുടെ വാല്യൂ ആണ് 3 നിൽക്കുന്നത്. ചിലപ്പോൾ ഇവിടെ 9 തരും, 3യുടെ വാല്യൂ 9, അതിനനുസരിച്ച് വ്യത്യാസം വരും. അങ്ങനെയാണെങ്കിൽ 2ൻ്റെ വാല്യൂ എത്ര, 2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വരും, 2 തന്നെ വരും. അല്ലാതെ വേറൊരു വഴിയുണ്ട്, ഒരു ടോഫിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം, അത് അടുത്ത ക്വസ്റ്റിന് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഇത് തന്നെ ആയിരിക്കും എളുപ്പം. കാര്യം എന്താണ്, എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ ചെയ്ത് സെറ്റാക്കിയിട്ടേ നമ്മൾ അടുത്ത കൺസെപ്റ്റിലോട്ട് പോകത്തുള്ളൂ കേട്ടോ. എല്ലാം ക്വസ്റ്റ്യൻസ് ഇല്ല, ഈ എടുത്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ്, പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ക്ലാസ്സിനൊന്നും ഇത്രയും വ്യൂസ് കിട്ടിയാൽ പോരാ, നിങ്ങൾ എത്ര പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ എത്ര പെയ്ഡ് ക്ലാസ്സിൽ പോലും കിട്ടാത്ത മെത്തേഡ്സാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതുവരെ ഉള്ളവർ റെഗുലറായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് പോയിരുന്നവർക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവാൻ പറ്റും. ഓക്കെ, മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ ജോലി കിട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ്. എ വെൻഡർ ബോട്ട് ഓറഞ്ചസ് അറ്റ് 5 for ₹15 ആൻഡ് സോൾഡ് ദം അറ്റ് 3 for ₹5. ഫൈൻഡ് ഹിസ് ലോസ് പെർസെൻറ്റേജ്. ഞാനാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നു പറയട്ടെ. 15 ആക്കും, 5 3 15 ആക്കും. അപ്പോൾ എത്രയാവും, ഇത് 9 ആവും. 5 9 9 5 4/9 44 4/9. പേന പോലും എടുക്കാതെ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യണം. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത് വലിയ പാടാണ്, ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ വിചാരിക്കുന്നവർ പിന്നെ ഒരിക്കലും
എന്താവത്തില്ല, പേന എടുക്കാതെ ചെയ്യില്ല. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനായി. പക്ഷേ ഇത് എനിക്ക് ചെയ്യാൻ പറ്റണം, എനിക്കിത് ചെയ്യണം എന്നുള്ളവരെന്ത് ചെയ്യും, ഇത് പഠിക്കാൻ ശ്രമിക്കും. പഠിക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്, ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒന്ന് നോക്കേ, ഇതെങ്ങനെ പേന എടുക്കാതെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ പഠിച്ച കൺസെപ്റ്റ് എന്താ ചെയ്തേ, ഒരാൾ 5 rupees 50 എന്ന് പറഞ്ഞാൽ 5 എണ്ണം 15 രൂപയ്ക്കാണ് വാങ്ങിയത്. സോൾഡ് ദം ഇതെന്ന് പറഞ്ഞാൽ എന്താ, കോസ്റ്റ് പ്രൈസ്, കോസ്റ്റ് വാങ്ങിയ ടൈമാണ്. ഈ സെല്ലിംഗ് പ്രൈസ്, സെല്ല് ചെയ്യുന്ന സമയത്ത് എന്താ, സെല്ലിങ് ടൈം കോസ്റ്റ് ആയ സമയം. സെല്ല് ചെയ്യുന്ന സമയത്ത് എന്താ, 3 rupees 5 ആണ്, 5 രൂപയ്ക്ക് 5 രൂപ എന്ന് എഴുതാം കേട്ടോ. 5 രൂപയ്ക്ക് 5 രൂപയ്ക്കാണ് 3 എണ്ണം വിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പഠിച്ച കൺസെപ്റ്റ്, അതായത് എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആകുമ്പോഴുള്ള ആ കൺസെപ്റ്റ് എന്ത് ചെയ്തു, ഞാൻ ഇവിടെ അങ്ങ് അപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം, അത് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ 15 രൂപയാണ് എക്സ്പെൻഡിച്ചർ, ഇവിടെ 5 രൂപയാണ് എക്സ്പെൻഡിച്ചർ. രണ്ടും സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞതിലെ പ്രൈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കൺസപ്ഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കൺസപ്ഷൻ, ആ ഒരു ഐഡിയ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനെ 15 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, 5ൻ്റെ 15ൻ്റെ LCM 15 ഇവിടെ ഉണ്ട്, ഇതിനെ 15 ആക്കാൻ വേണ്ടി 3 കൊണ്ട് ഗുണിക്കണം. അപ്പം 3 എണ്ണം 5 രൂപയ്ക്കാണ് വാങ്ങിയെങ്കിൽ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്തോരും, 9 എണ്ണം എന്തായി, 15 രൂപയ്ക്ക് വാങ്ങി. അപ്പോൾ ഇവിടെയും 15 രൂപയായി, ഇവിടെയും 15 രൂപയായി. പക്ഷെ നമ്മുടെ എന്ത് ചേഞ്ചായി, എണ്ണം ചേഞ്ചായി. അപ്പോൾ ഇവിടെ എന്തായി, എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആയി. എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഇവിടെ എന്താ, നമുക്ക് പ്രോഫിറ്റ് അല്ല തന്നിരിക്കുന്നത്. എന്തിൻ്റെ റേഷ്യോ നമുക്കറിയാവുന്നത് ക്വാണ്ടിറ്റിയുടെ റേഷ്യോ അല്ലെങ്കിൽ കൺസപ്ഷൻ്റെ റേഷ്യോ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് കൺസപ്ഷൻ്റെ റേഷ്യോ വേണമായിരുന്നു, അല്ലെങ്കിൽ കൺസപ്ഷൻ്റെ എണ്ണം വേണമായിരുന്നു. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യുന്നത്, ഇവിടെ കൺസപ്ഷൻ്റെ റേഷ്യോ എത്ര കിട്ടി, 5 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, വിൽക്കുന്ന സമയത്ത് എന്തായി, 9 ആയി. 5:9 ആയി. അപ്പോൾ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ത് വരും, 9:5. ഇതിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, A:B ആണെങ്കിൽ തിരിച്ച് B:A എന്ന് എഴുതണം. അപ്പം 9:5 ആയി. അതായത് പ്രോഫിറ്റ് 9:5, 9 എന്തായി, 5 ആയി. അപ്പം ആ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രൈസ് എത്ര കുറഞ്ഞത്, 4 കുറഞ്ഞു. എത്രയിൽ, 9 ആയിരുന്നു 5 ആയി. എത്രയാണ് കുറവ്, എത്ര പെർസെൻറ്റേജ് കുറവ്, മിക്ക പെർസെൻറ്റേജിൽ ഞാൻ അതാ പറഞ്ഞത്, പെർസെൻറ്റേജ് ആണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ 4 കുറഞ്ഞത് എത്രയിൽ, ഫൈൻഡ് ഈസ് ലോസ് പെർസെൻറ്റേജ്, ലോസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 4 കുറഞ്ഞത് എത്രയിൽ, 9. അപ്പം 4/9, 1/9 ഞാൻ കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 11 1/9%. ഇതാണ് എന്ത്, 1/9. അപ്പം 4/9 എന്ന് പറയുമ്പോൾ 11 1/9 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 44 4/9%. അപ്പോൾ ഇത് ഇത്രയും എഴുതിയും ചെയ്യാം, ഇതെന്ത് ചെയ്യാം, പേന എടുക്കാതെയും ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പേന എടുക്കാതെ ചെയ്യാം. ഇനി അടുത്തൊരു മെത്തേഡ്, ഞാൻ മെത്തേഡ് 2 പറഞ്ഞുതരാം. മെത്തേഡ് 2 ചിലപ്പോൾ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഈ എക്സ്പെൻഡിച്ചർ സെയിം ആക്കുന്ന കുറച്ച് പാടായിരിക്കും. വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ 2 പേന വാങ്ങി, 2 പേന 20 രൂപയ്ക്ക് വാങ്ങി. ഞാൻ 2 പേന തന്നെ വിറ്റാൽ മാത്രമേ, എത്ര രൂപയ്ക്ക് വിൽക്കാം, 2 പേന എനിക്ക് 30 രൂപയ്ക്ക് വിൽക്കാം, അപ്പോൾ 10 രൂപ എനിക്ക് ലാഭം കിട്ടും. 2 പേന വാങ്ങിയെങ്കിൽ 2 പേന തന്നെ വിൽക്കണം, എങ്കിൽ മാത്രമേ ആ ട്രാൻസാക്ഷനിൽ അവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറയാൻ പറ്റും. പ്രോഫിറ്റും ലോസും കണക്കാക്കണമെങ്കിൽ 2 പേന ഞാൻ വാങ്ങിയെങ്കിൽ 1 പേന മാത്രം വിറ്റിട്ട് അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലാഭമാണോ നഷ്ടമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ബാക്കിയുള്ള 1 പേനയും കൂടെ എന്ത് ചെയ്യും, നമ്മുടെ ലാഭത്തെയും നഷ്ടത്തെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ആദ്യത്തെ കേസിൽ 5 എണ്ണം 15 രൂപയ്ക്ക് വാങ്ങി, 15 രൂപ 5 എണ്ണത്തിന്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് കണ്ടുപിടിച്ചു, ഒരെണ്ണം കണ്ടുപിടിക്കുന്നതായിരിക്കും എളുപ്പം, അല്ലെങ്കിൽ LCM എടുത്ത് സെയിം ആക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരെണ്ണത്തിൻ്റെ പ്രൈസ് എന്ത് വരും, 5 എണ്ണത്തിന് 15 രൂപയാണെങ്കിൽ ഒരെണ്ണത്തിന് 15/5, അതായത് 3 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ പ്രൈസ്. രണ്ടാമത്തെ വിറ്റ സമയത്ത് ഇത് കോസ്റ്റ്, ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസ് എന്ത് വരും, 3 എണ്ണമാണ് 5 രൂപയ്ക്ക് വിറ്റത്. ഒരെണ്ണം എത്ര രൂപയ്ക്ക് വിറ്റത്, 5/3 രൂപയ്ക്കാണ് വിറ്റത്. ഇത് ഒന്നാൻ വേണ്ടി 5/3. അപ്പോൾ കോസ്റ്റ് പ്രൈസ് കിട്ടി ഒരെണ്ണത്തിൻ്റെ, നമുക്ക് എന്തായി, ഒരെണ്ണം ആക്കി, അതായത് നമ്പർ സെയിം ആക്കിയത്. ഒന്നെങ്കിൽ ഇത് 2 15 ആക്കാം, അല്ലെങ്കിൽ 1 ആക്കാം. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ 1 ആക്കിയാൽ മതി. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്രയാണ് ഒരെണ്ണത്തിൻ്റെ, 3 രൂപ. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, 5/3 രൂപ. നമുക്ക് എന്ത് മതി, പ്രോഫിറ്റോ ലോസോ ചോദിച്ചിരിക്കുന്നത്, എന്ത് മതി, കോസ്റ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോ മതി. അപ്പോൾ റേഷ്യോ ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 3 കൊണ്ട് ഗുണിച്ചാൽ മതി. കാര്യം ഡിനോമിനേറ്റർ വേണ്ട നമുക്ക്. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും, 3:5/3 എന്നാണ്. 3 ഇങ്ങോട്ട് പോകുമ്പോൾ 9:5 എന്ന് പറയുന്നത്. അതായത് കോസ്റ്റ് പ്രൈസ് 9 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, 5 ആണ്. അപ്പോൾ ലോസ് എത്ര വരുന്നത്, 4 യൂണിറ്റാണ് ലോസ്. എത്രയിൽ, 9. 4/9 എന്ന് പറയുമ്പോൾ 44 4/9. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെല്ലാം എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ പേന എടുക്കേണ്ടി വരും. ഈ ഒരു മെത്തേഡ് അറിയാമെങ്കിൽ, ഈ ഒരു കൺസെപ്റ്റ് ഒന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ
എന്ത് ചെയ്യണം ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിലൊക്കെ ഈ കൺസെപ്റ്റ് ഉപയോഗിക്കണമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെങ്കിലേ പറ്റൂ, നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നെങ്കിലേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇത് ബുക്കിലൊന്നും നിങ്ങൾക്ക് കിട്ടില്ല, ഒരിക്കലും ബുക്കിൽ കിട്ടില്ല, ഞാൻ ഉറപ്പ് തരാം. ഏത് ബുക്ക് നിങ്ങൾ വാങ്ങിയെന്ന് പറഞ്ഞാലും ഈ കൺസെപ്റ്റ് ഒന്നും നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്ലാസ്സുകളെല്ലാം. ഇപ്പം 44 4/9%. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി ഓക്കെ അടുത്ത കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ if profit percentage or loss percentage is given in terms of selling price. സെല്ലിംഗ് പ്രൈസിൻ്റെ ടേംസിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ്, ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തരുവാണ്, ക്വസ്റ്റ്യനിൽ തരുവാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് ആയിട്ട് തരും. ബൈ ഡിഫോൾട്ടായിട്ടും പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും ഉണ്ടാവുന്ന എവിടെയാണ്? നമ്മുടെ സി പിയിലാണ്. കോസ്റ്റ് പ്രൈസിനെ വെച്ചാണ് നമ്മൾ ബേസ് ചെയ്താണ് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യന് തരുന്നത് 33 1/3% പ്രോഫിറ്റ്. പെർസെൻറ്റേജ് നന്നായിട്ട് അറിയണം കേട്ടോ. ഓക്കെ, ആദ്യമായിട്ട് ഈ ക്ലാസ്സാണ് കാണുന്നതെങ്കിൽ പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സുകൾ കാണണം കേട്ടോ. 33 അല്ലെങ്കിൽ 1/3% പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ്, അങ്ങനെയാണ് തന്നേക്കുന്നത്. നമുക്ക് എന്ത് വേണം? ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു ഫ്രാക്ഷൻ മെത്തേഡ്, അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ റേഷ്യോ തന്നെ എന്താ നമ്മൾ ചെയ്യുന്നത്? 33 1/3% എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻ വാല്യൂ 1/3 ആണ്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ്, അപ്പോൾ നമ്മൾ ജനറലായിട്ട് 33 1/3% പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1/3 എന്ന് എഴുതും. ഈ 3 എന്താ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കോസ്റ്റ് പ്രൈസ് ആണ്. കാര്യം കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്യുമ്പോൾ നമ്മൾ ഡിനോമിനേറ്ററല്ലേ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതുന്നത്? കോസ്റ്റ് പ്രൈസ് ആണ് എഴുതുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ 1/3 എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തിലാണ്? സെല്ലിംഗ് പ്രൈസിലാണ്. അതായത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും നമ്മളെ ബേസ് ചെയ്യുന്നത്. അതായത് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിൽ സൂചിപ്പിക്കുന്ന എന്തിനെ ആയിരിക്കും? നമ്മുടെ സെല്ലിംഗ് പ്രൈസിനായിരിക്കും. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 3 യൂണിറ്റ് ആണെങ്കിൽ അതിൽ 1 യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പ്രോഫിറ്റ് ബൈ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100 ആയിരിക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് 3 യൂണിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ്? 1 യൂണിറ്റ് ആണ്. നമുക്ക് ഇതിനകത്ത് കോസ്റ്റ് പ്രൈസ് കിട്ടുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 3 രൂപയ്ക്ക് വിറ്റപ്പോൾ 1 രൂപ പ്രോഫിറ്റ് കിട്ടി. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണം. 3 രൂപയ്ക്ക് വിറ്റപ്പോൾ ഒരു സാധനം 3 രൂപയ്ക്ക് വിറ്റപ്പോൾ 1 രൂപ പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എത്ര ആയിരിക്കും? 2 രൂപയായിരിക്കും. 2 രൂപ ആയാലല്ല നമുക്ക് 1 രൂപ പ്രോഫിറ്റ് കൂടെ കിട്ടി 3 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഫോമുലയൊക്കെ പഠിച്ചു വെക്കും. പ്രോഫിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് പ്രോഫിറ്റ്. അങ്ങനെയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ തന്നെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും. കോസ്റ്റ് പ്രൈസ് എത്ര യൂണിറ്റ് കിട്ടും? 2 യൂണിറ്റ് കിട്ടും. ഇപ്പോൾ കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റ് 1 യൂണിറ്റ് ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് 2 യൂണിറ്റ്, സെല്ലിംഗ് പ്രൈസ് 3 യൂണിറ്റ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. പ്രോഫിറ്റും കോസ്റ്റ് പ്രൈസും കിട്ടിയല്ലോ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് പ്രൈസ് എന്താ നമ്മൾ പഠിച്ചത്? എത്രയാണ് പ്രോഫിറ്റ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 പ്രോഫിറ്റ്, എത്രയിൽ? കോസ്റ്റ് പ്രൈസ് 2. 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 50% പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ അത് ഒറിജിനലായിട്ട് 33 1/3% പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 50% പ്രോഫിറ്റ് ആണ് എന്ത്? കോസ്റ്റ് പ്രൈസ്. ഇതായിരിക്കും അതിൻ്റെ കറക്റ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് വാല്യൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി ഈ ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ്, അപ്പോൾ ഈ കൺസെപ്റ്റുകളെല്ലാം എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഓരോന്നോരോന്നായിട്ട് പഠിക്കുകയാണ്. അതെല്ലാം ഓരോന്നോരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ അപ്ലൈയും ചെയ്യുകയാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? സ്പീഡ് മാക്സിമം കുറച്ചാണ് പറയുന്നത്, നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കുക. ഓക്കെ, ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 2800. പ്രോഫിറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ഈസ് 20%. വാട്ട് ഈസ് ദ ആക്ച്വൽ പ്രോഫിറ്റ് ഇൻ റുപ്പീസ്? പ്രോഫിറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ഈസ് 20%. അപ്പം നോർമലി 20% ആയിരുന്നെങ്കിൽ, സെല്ലിംഗ് പ്രൈസ് എന്ന് തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തെടുത്തേനെ? പ്രോഫിറ്റ് 1/5 എന്ന് എടുത്തേനെ. 5 എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് എടുത്തേനെ. ഇവിടെ 20% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/5 ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തതുപോലെ കഴിഞ്ഞ സ്ലൈഡിൽ ചെയ്തതുപോലെ ഈ 5 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണോ? അല്ല.
കാര്യം പെർസെൻറ്റേജ് ഓഫ് സെല്ലിംഗ് പ്രൈസ്. ഇവിടെ സെല്ലിംഗ് പ്രൈസിലാണ് എന്ത് ചെയ്തേക്കുന്നത്, പ്രോഫിറ്റ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 5 എന്ന് പറഞ്ഞാൽ എന്താണ് സെല്ലിംഗ് പ്രൈസാണ്. അപ്പോൾ 5 യൂണിറ്റാണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ അതിലൊരു യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമുക്കപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്ര കിട്ടും? ആ കോസ്റ്റ് പ്രൈസ് എത്ര യൂണിറ്റ് കിട്ടും? 5. 5ന് വിൽക്കുമ്പോൾ 1 പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 4 ആയിരിക്കും എൻ്റെ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് 4 ആണെങ്കിൽ മാത്രമേ 1 പ്രോഫിറ്റോട് ചേർത്ത് 5ന് വിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്ര യൂണിറ്റാണ്? 4 യൂണിറ്റ്. നമുക്ക് പെർസെൻറ്റേജ് നമുക്ക് 1/4 ആണ്, 1/4, 25% ആക്ച്വൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. പക്ഷെ അതാണോ ചോദിച്ചേക്കുന്നത്? അല്ല, രൂപയിലുള്ള വാല്യൂ വെച്ചേക്കുന്നത്. എന്ത് ഈസി അല്ലേ? ഇപ്പം അതിന് വേണ്ടിയല്ലേ തന്നേക്കുന്നത്. കാര്യം യൂണിറ്റ് തന്നു കഴിഞ്ഞാൽ അവിടെ എന്തും തരും, ഒരു ഒറിജിനൽ വാല്യൂവും നമുക്ക് തന്നിരിക്കും. അപ്പോൾ ഈ 4 യൂണിറ്റ് എന്ന് നമ്മൾ കണ്ടുപിടിച്ച കോസ്റ്റ് പ്രൈസിനെയാണ് അവർ പറഞ്ഞേക്കുന്നത് എത്ര? 2800 ആണെന്ന്. അപ്പോൾ 4ൻ്റെ ഒറിജിനൽ വാല്യൂ ആണ് തന്നേക്കുന്നത് 2800 രൂപ. നമുക്കെന്താ, വാട്ട് ഈസ് ദ ആക്ച്വൽ പ്രോഫിറ്റ്? ആക്ച്വൽ പ്രോഫിറ്റ് എത്ര യൂണിറ്റ് ആണ്? 1 യൂണിറ്റ് ആണ്. 4 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് തന്നേക്കുന്നത് 2800 രൂപ. നമുക്ക് എന്തിൻ്റെ വാല്യൂ വേണം? 1 യൂണിറ്റിൻ്റെ വാല്യൂ വേണം. 2800/4 700 രൂപയാണ് എന്ത് ചെയ്യുന്നത്? 700 രൂപയാണ് ഈ ഒരു ട്രാൻസാക്ഷനിൽ നടന്നിരിക്കുന്ന പ്രോഫിറ്റ്. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അടുത്തൊരു കൺസെപ്റ്റ് പഠിക്കാം. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അതുകൂടെ പറയാം. എല്ലാം ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സുകളാണ് കേട്ടോ തന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സുകളാണ്. ഇഫ് പ്രോഫിറ്റ് ഓർ ലോസ് നിങ്ങളുടെ പ്രിപ്പറേഷനെ ബൂസ്റ്റ് ചെയ്യാൻ ഒരുപാട് സഹായിക്കും. പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ഓർ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ 60 ലഡു ഉണ്ടെന്ന് വെച്ചോ. 60 ലഡു. ഈ 60 ലഡുവിനെ പല കേസുകളായിട്ട് ഞാൻ പറഞ്ഞത്. ഈ 60 ലഡു ഞാൻ എന്ത് ചെയ്യുവാണ്? വിൽക്കുവാണ്. എൻ്റെ കയ്യിലുള്ള 60 ലഡു ഞാൻ എന്ത് ചെയ്യുവാണ്? വിൽക്കുവാണ്. അപ്പം 4 കേസുകളുണ്ട്. 4 കേസുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇതൊരു കേസ്, ഇത് രണ്ടാമത്തെ കേസ്, ഓക്കെ, ഇത് മൂന്നാമത്തത്, ഇവിടെ നാലാമത്തത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് കേസിൽ സംഭവിക്കുന്നത് 60 ലഡു വിറ്റപ്പോൾ എനിക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടീഷൻ. പ്രോഫിറ്റ് കിട്ടി. എത്ര ലഡുവിൻ്റെ പ്രോഫിറ്റാണ്? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ഓഫ് 10 ലഡു. അതായത് ആദ്യത്തെ കേസിൽ 60 ലഡു ഉണ്ടായിരുന്നു. ആ 60 ലഡു വിറ്റപ്പോൾ എനിക്ക് പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റ് എന്താണ്? കോസ്റ്റ് പ്രൈസ് ഓഫ് 10 ലഡു. അതായത് 10 ലഡുവിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ ചിലവായ പൈസ എനിക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റ് കിട്ടി. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കേസിൽ എനിക്ക് പ്രോഫിറ്റാണ് കിട്ടുന്നത്, വിൽക്കുമ്പോൾ പ്രോഫിറ്റാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? സെല്ലിംഗ് പ്രൈസ് ഓഫ് എസ് പി എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് 10 ലഡു. 10 ലഡുവിൻ്റെ സെല്ലിംഗ് പ്രൈസാണ് എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ കേസിൽ എന്താ? മൂന്നാമത്തെ കേസിൽ അവിടെ എനിക്ക് ലോസ് ആണ് കിട്ടുന്നത്. ലോസ് എന്താണ് കിട്ടുന്നത്? കോസ്റ്റ് പ്രൈസ് ഓഫ് 10 ലഡു. 10 ലഡു വിൽക്കുമ്പോഴുള്ള 10 ലഡുവിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് എന്ത് കിട്ടുന്നത്? എനിക്ക് ലോസ് ആയിട്ട് കിട്ടുന്നത്. നാലാമത്തെ കേസ് നോക്ക്. നാലാമത്തെ കേസിൽ എനിക്ക് ലോസ് ആണ് വരുന്നത്. അവിടെ എന്താ വരുന്നത്? സെല്ലിംഗ് പ്രൈസ് ഓഫ് 10 ലഡു. അപ്പോൾ ഈ എല്ലാ കേസിലും എന്ത് കണ്ടുപിടിക്കുകയാണ് നമ്മൾ? ഈ രണ്ടാമത്തെ കേസ്, മൂന്നാമത്തെ കേസ്, അതേപോലെ നാലാമത്തെ കേസ്. അപ്പോൾ ഈ 4 കേസിലെയും നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്? ഫൈൻഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്. അപ്പോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണിത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ്റെ പുറകെ പോകണ്ട. ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഒറ്റയടിക്ക് പഠിക്കുകയാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ്, വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഒരു ലഡുവിൻ്റെ കോസ്റ്റ് പ്രൈസിന് ഞാൻ CP എന്നും കൊടുക്കുകയാണ്. ഒരു ലഡു വിൽക്കുന്ന പൈസ SP ആണെന്ന് വെച്ചോ. അത്രേ ഉള്ളൂ. അതായത് ഒരു ലഡുവിൻ്റെ കോസ്റ്റ് പ്രൈസ് CP, നമ്മുടെ CP, നമ്മൾ പഠിച്ച CP. വിൽക്കുന്നത് സെല്ലിംഗ് പ്രൈസ്, ഒരു ലഡുവിൻ്റെ സെല്ലിംഗ് പ്രൈസ് SP. ഈ 60 ലഡു ഞാൻ വിൽക്കുകയാണ്. 60 ലഡു വിൽക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? പൈസ കിട്ടും. 60 ലഡു വിൽക്കുമ്പോൾ 60 എണ്ണത്തിന് എനിക്ക് ചിലവായ പൈസ ഉണ്ടല്ലോ. 60 ലഡു വിൽക്കുമ്പോൾ 60 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ഉണ്ടല്ലോ. അതായിരിക്കും എൻ്റെ ചിലവെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്നതും 60 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണെങ്കിലോ, ഞാൻ 60 ലഡു വിൽക്കുകയാണ്. എനിക്ക് 60 എണ്ണത്തിന് 60 CP ആയി. 60 ഗുണം ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് CP ആണെങ്കിൽ 60 ഗുണം CP രൂപ എനിക്ക് ചിലവായി. ഞാൻ വിൽക്കുന്ന സമയത്തും എനിക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്? 60 ഗുണം CP, 60 CP തന്നെ കിട്ടുന്നത്.
അത് വിൽക്കുമ്പോഴും 60 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ എന്തില്ല, ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. പ്രോഫിറ്റ് പെർസെൻറ്റേജ് 0 ആണ്, ലോസ് പെർസെൻറ്റേജ് 0 ആണ്, ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. ഇവിടെ എന്താ പറയുന്നത്, ഫസ്റ്റ് കേസിൽ പ്രോഫിറ്റ് എത്ര എന്നാണ് പറയുന്നത്, പ്രോഫിറ്റ് കോസ്റ്റ് പ്രൈസ് ഓഫ് 10 ലഡു. അതായത് 60 എണ്ണത്തിൻ്റെ 60 ലഡു വെക്കുമ്പോൾ എനിക്ക് കോസ്റ്റ് ആവുന്നത് എത്രയാണ്, 60 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് ആവുന്നത്. പക്ഷേ ഇവിടെ എത്ര പ്രോഫിറ്റ് എന്ന് പറയുന്നത്, 10 ലഡുവിൻ്റെ കോസ്റ്റ്, ഇത് 10 CP ആണ് എനിക്ക് അവിടെ ലാഭമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് അല്ലേ കിട്ടിയത്, 60 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ്, 60 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് ഒറിജിനൽ വരുന്നത്. 10 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ത് കിട്ടി, അവിടെ ലാഭം കിട്ടി. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലേ ഇവിടെ ഉണ്ടാകുന്നത്. എത്ര എണ്ണത്തിൻ്റെ പ്രോഫിറ്റ്, 10 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ്, 10 CP, 10 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് ലാഭം. ടോട്ടൽ എത്രയില്, 60 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇതും പോയി 1/6, എത്ര പെർസെൻറ്റേജാണ്, 16 2/3% ആണ് എന്ത് വരുന്നത്, ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഫസ്റ്റ് കേസിൽ എത്രയാണ്, ഫസ്റ്റ് കേസിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 16 2/3% ആണ്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് കേസിൽ എന്താ, ഇവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ് പ്രൈസ് അല്ല, എന്താണ്, സെല്ലിംഗ് പ്രൈസ് ഓഫ് 10. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഓഫ് 10 ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ വ്യത്യാസമുണ്ട്, ഇവിടെ കോസ്റ്റ് പ്രൈസ് ആയിരുന്നു പ്രോഫിറ്റ്, ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആണ് പ്രോഫിറ്റ്. അപ്പോൾ ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്, ഇത്രയും വിൽക്കുമ്പോൾ 60 എണ്ണം വിൽക്കുമ്പോൾ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ വിൽക്കുന്ന എത്രയാണ് കോസ്റ്റ്, 60ൻ്റെ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നോക്ക്, 60 എണ്ണം വിൽക്കുമ്പോൾ 60 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് 60 ഇൻറ്റു SP ആണെന്ന് വെച്ചു. കാര്യം നമ്മൾ എന്താ എടുത്തേക്കുന്നത്, ഒരെണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് SP എന്നും ഒരു ലഡുവിൻ്റെ കോസ്റ്റ് പ്രൈസ് CP എന്നും എടുത്തേക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാഭം ഉണ്ടാവണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കൂടുതലായിരിക്കും. സെല്ലിംഗ് പ്രൈസിൽ നിന്നും കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ലാഭം എന്ന് പറയുന്നത്, ലാഭത്തിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ പ്രോഫിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം, 60 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ്, അതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് മൈനസ് 60 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ്, അതാണ് 60 ഇൻറ്റു CP. ഇതിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് എത്ര, 10 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ്. പിന്നെ അത് എന്ത് കിട്ടും, നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് വേണമെങ്കിൽ എന്ത് മതി, കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോ മതി. അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടും, ഇവിടെ എന്ത് കിട്ടും, ഓക്കെ, ഇവിടെ എന്ത് കിട്ടും, 60 SP ഇവിടെ ഉണ്ട്, 10 SP ഇവിടെ ഉണ്ട്. 10 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, 50 SP ഈക്വൽ ടു മൈനസ് 60 SP അപ്പുറത്ത് പോകുമ്പം 60 CP ആവും, 60 CP. അപ്പോൾ എത്ര കിട്ടും നമുക്ക്, SP/CP എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 60/50 അല്ലെങ്കിൽ 6/5 എന്ന് കിട്ടും. അതായത് സെല്ലിംഗ് പ്രൈസ് 6 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ്, 5 ആണ്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ് അവിടെ വരുന്നത്, 1 ആണ് പ്രോഫിറ്റ്, എത്രയിൽ 5, 1/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20% ആയിരിക്കും ഇവിടുത്തെ പ്രോഫിറ്റ്. ഇവിടുത്തെ പ്രോഫിറ്റ് എത്രയാണ്, 20%. അപ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് എത്രയായിരുന്നു, 16 2/3%. വ്യത്യാസം കണ്ടോ, എന്തുകൊണ്ടാണ്, ഇവിടെ കോസ്റ്റ് പ്രൈസ് ആണ് ലാഭമായിട്ട് കിട്ടിയത്, ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആണ് ലാഭമായിട്ട് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് മാത്രം പഠിച്ചാൽ വേറെ ഒന്നും ആലോചിക്കേണ്ട. ഇനി അടുത്ത കേസ് നോക്ക്. അടുത്ത കേസിൽ 60 എണ്ണം വിൽക്കുമ്പോൾ 60 ലഡു വിൽക്കുമ്പോൾ ലോസാണ് ഉണ്ടാകുന്നത്, കോസ്റ്റ് പ്രൈസ് ഓഫ് 10 ലഡു. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ അവിടെ ലോസ് അല്ലേ സംഭവിക്കുന്നത്, എത്ര എണ്ണത്തിൻ്റെ, 10 ലഡുവിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് ലോസ് വരുന്നത്. ടോട്ടൽ എത്ര, 60ൻ്റെ കോസ്റ്റ് പ്രൈസ്, 60 CPയിൽ 10 ലോസ്. 60 കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ലാഭമില്ല നഷ്ടമില്ല. പക്ഷേ എന്താണ്, 50 CPയിലാണ് വിറ്റത്, 10 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും കിട്ടിയില്ല. അല്ല, വിറ്റത് എത്രയാണ്, 50 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസിലാണ് അല്ലേ. 10 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് നഷ്ടമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അല്ല, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതത്രയും വിൽക്കുന്നത് എത്രയായിരിക്കും, 50 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസിനായിരിക്കും. 50 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും 60 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റിലോട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പോകാം. അപ്പോൾ ഈ കൺസെപ്റ്റ് ഇപ്പോൾ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്ക് തരും. അത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവണം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് മതി, 10/60, 1/6, 16 2/3. ഇവിടെ എന്ത് വരും, സെയിം 16 2/3%. അപ്പോൾ ഈ കേസിൽ 60 എണ്ണം വിൽക്കുമ്പോൾ 60 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് 60 SP എന്ന് പറഞ്ഞാൽ എത്രയേ കിട്ടത്തുള്ളൂ, 60 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് കിട്ടുമോ, ഇല്ല, 10 എണ്ണത്തിൻ്റെ ഇത് നഷ്ടമാണ്, 50 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് SP/CP എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, ഇവിടെ 5/6 എന്ന് കിട്ടും. അങ്ങനെ ചെയ്താലും 1/6 അത്രയാണ് എന്തെന്ന് പറയുന്നത്, ലോസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കേസ് നോക്ക്. അടുത്ത കേസിൽ പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഇതേപോലെ ചെയ്യാൻ പറ്റത്തില്ല. ലോസ് 60 എണ്ണം വിൽക്കുമ്പോൾ ലോസ് ഓഫ് എന്ന് പറഞ്ഞാൽ എത്ര, സെല്ലിംഗ് പ്രൈസ് ഓഫ് 10 ലഡു. അപ്പോൾ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ 60 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 60 CP മൈനസ് 60 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് 60 SP. ഇതിന് പകരമാണ് തന്നിരിക്കുന്നത് എത്ര, 10 SP. അപ്പോൾ ഇതിനകത്ത് എന്ത് കിട്ടും, 60 CP ഈക്വൽ ടു 70 SP. 60 CP ഈക്വൽ ടു 70 SP എന്ന് കിട്ടും. CP/SP അല്ലെങ്കിൽ SP/CP. SP/CP എന്ത് കിട്ടും, SP ഇവിടെ CP ഇവിടെ 6/7 എന്ന് കിട്ടും. 6/7 കോസ്റ്റ് പ്രൈസ് 7 ആണെങ്കിൽ 6-ലാണ് വിൽക്കുന്നത്.
അപ്പോൾ നഷ്ടമല്ലേ സംഭവിക്കുന്നത്. എത്ര നഷ്ടം വരുന്നത്? 1 നഷ്ടം. എത്രയിൽ? 7. 1/7 എന്ന് പറഞ്ഞാൽ 14 2/7%. അത്ര എന്താണ്? നഷ്ടമാണ്, ലോസാണ്. ഇവിടെ എന്താ ലോസ് സംഭവിക്കുന്നത്? 14 2/7%. തന്നിരിക്കുന്ന ലാംഗ്വേജ് മാറുന്നതനുസരിച്ച് 60 ലഡു തന്നെയാണ് നമുക്കുള്ളത്. നഷ്ടത്തിൻ്റെയും ലാഭത്തിൻ്റെയും ലാംഗ്വേജ് മാറുന്നതനുസരിച്ച് എന്ത് വന്നു? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് ഒരുപാട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വന്നു. അപ്പോൾ ഈ കൺസെപ്റ്റ് വീണ്ടും കണ്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ്സിൽ നിങ്ങൾ പോയിട്ടുള്ളവരായിരിക്കും. ഇങ്ങനത്തെ കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ചാനലിടുന്നത്. അപ്പോൾ നമ്മുടെ അല്ലാതെ പെയ്ഡ് ക്ലാസ്സിൻ്റെയൊക്കെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ആ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ പഠിച്ച കൺസെപ്റ്റ് മനസ്സിലായിട്ടുള്ളവർ എന്ത് ചെയ്യുക? മനസ്സിലാക്കണം. എല്ലാവരും എന്ത് ചെയ്യണം? ഇതിൻ്റെ സൊല്യൂഷൻ എനിക്ക് കമൻ്റായിട്ട് നിങ്ങളുടെ ആൻസർ വേണം. ഓക്കെ, കമൻ്റായിട്ട് നിങ്ങളുടെ ആൻസർ വേണം. എങ്കിൽ മാത്രമേ അടുത്ത ക്ലാസ്സിൽ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ നോക്ക്. ഓൺ സെല്ലിംഗ് 19 ബോൾസ് അറ്റ് 960 rupees, there is a loss equal to the cost price of 7 balls. The cost price in rupees of a ball is, ഒരു ബോളിൻ്റെ പൈസ എത്ര? ഓപ്ഷൻ എ ഉണ്ട് 85, ഓപ്ഷൻ ബി ഉണ്ട് 80, ഓപ്ഷൻ സി ഉണ്ട് 75, ഓപ്ഷൻ ഡി ഉണ്ട് 70. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ സിമ്പിളായിരിക്കും. നേരത്തെ പഠിച്ചിട്ടുള്ളവരായാലും എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ കൺസെപ്റ്റുകൾ പഠിക്കുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഹോംവർക്കായിട്ട് പറയാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങൾ കണ്ട് പഠിക്കുക, നോട്ട് എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? കാണാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.